ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഏതാണ്ട് വന്നിരിക്കുന്നു. ബി.ജെ.പി. 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരം തിരിച്ചുപിടിച്ചിരിക്കുന്നു. ബി.ജെ.പി. അധികാരം തിരിച്ചുപിടിച്ചിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ തന്നെയും തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അതായിരിക്കും കുറെക്കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഡിസ്കസ് പെടാൻ പോകുന്ന ഒരു ഘടകം എന്ന് തോന്നുന്നു. ഓഫ് കോഴ്സ് ബി.ജെ.പിയുടെ ജയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബി.ജെ.പി. എങ്ങനെയാണ് ജയിച്ചത്, അതിനുപയോഗിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, എത്ര കാലമായി അവർ ഈ വിജയത്തിന് വേണ്ടി പണിയെടുക്കുന്നു, ഇതൊക്കെ ഒരുപക്ഷെ ഡിസ്കസ് ചെയ്യപ്പെട്ടേക്കും. ഒപ്പം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 2% അധികം വോട്ട് കോൺഗ്രസ് പിടിച്ചിട്ടുണ്ട്. ആ പിടിച്ച വോട്ടുകൾ ഏത് വിധത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് കാരണം, അതിങ്ങനെ പല ഫാക്ടേഴ്സ് ഇതിൽ ചർച്ച ചെയ്യപ്പെടും. എന്തായാലും കേവല ഭൂരിപക്ഷത്തിൽ വേണ്ട സീറ്റുകളിൽ ബി.ജെ.പി. ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലീഡ് ചെയ്യുന്ന സീറ്റുകൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ 48 സീറ്റിൽ ബി.ജെ.പിക്ക് ജയസാധ്യത നിൽക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടി 22 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 62 സീറ്റിൽ ജയിച്ച പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. കോൺഗ്രസ് കഴിഞ്ഞ തവണ പോലെ ഇത്തവണയും സീറ്റുകളൊന്നും നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെയാണ് നമ്മൾ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകരായ വെങ്കടേഷ് രാമകൃഷ്ണനും സന്തോഷ് കോശി ജോയിയുമാണ്. ഞാൻ ആദ്യം സന്തോഷിലേക്കാണ് പോകുന്നത്. സന്തോഷ്, ഈ കഴിഞ്ഞ തവണ നമ്മളിത് ഡിസ്കസ് ചെയ്തപ്പോൾ ബി.ജെ.പിയുടെ സ്ട്രാറ്റജിയെക്കുറിച്ച് ഒരു സൂചന നൽകിയിരുന്നു. ചില മണ്ഡലങ്ങളിലെങ്കിലും വോട്ട് എങ്ങനെയാണ് അവർ അധികമായി ചേർത്തത്, എങ്ങനെയാണ് വോട്ട് ഡിലീറ്റ് ചെയ്തത്, ഇത്തരം തന്ത്രങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒപ്പം ബി.ജെ.പി. വളരെ സൂക്ഷ്മമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ചും. ഇത് തന്നെയാണോ യഥാർത്ഥത്തിൽ ഈ വിജയം, ഈ എന്താ പറയുക, ആപ്പിൻ്റെ ജനകീയ പ്രതിച്ഛായ മുഴുവൻ മറികടന്നുകൊണ്ട് ബി.ജെ.പി. നേടിയ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രണ്ട് ഫാക്ടേഴ്സിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? രാജീവ്, നമ്മൾ സംസാരിച്ചിരുന്ന രണ്ട് കാര്യങ്ങളും പ്രതിഫലിച്ചിരിക്കുന്നു. രണ്ട് കാര്യം. ബി.ജെ.പിയുടെ ഇലക്ഷൻ മൈക്രോ മാനേജ്മെന്റ്, അത് ഒപ്പോസിഷൻ പാർട്ടി ഉൾപ്പെടെയുള്ള പല എക്സ്പേർട്സും അതിനെ മാൽ പ്രാക്ടീസ് എന്ന് പറയും. പക്ഷെ അത് മൈക്രോ മാനേജ്മെന്റ് തന്നെയാണ്. സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സപ്പോർട്ടേഴ്സ് ആയ ഡെഫിനറ്റായ ആൾക്കാരുടെ ഡോക്യുമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ബേസിക്കലി ഈ ചേരികളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഇന്ന് ഇവിടെ ആയിരിക്കും, അടുത്ത ദിവസം ചിലപ്പോൾ അങ്ങോട്ട് മാറിയായിരിക്കും താമസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഡിസ്ക്രിപ്പൻസി ഉള്ളത് അവിടുത്തെ ലോക്കൽ കാഡർ വിളിച്ചു പറയും. എന്നിട്ട് ഈ പ്രൊഫഷണൽ മെക്കാനിസം അവരെ കംപ്ലീറ്റ് ട്രേസ് ചെയ്യും. എന്നിട്ട് അവരുടെ വോട്ടർ ID കാർഡ് ഡിക്റ്റ്. അത് മാൽ പ്രാക്ടീസ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ അഡ്മിനിസ്ട്രേഷൻ കൂടെ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ടേഴ്സ് ആയ തക്കതായ ആൾക്കാരുടെ പേരുകൾ തക്കതായ ബൂത്തുകളിൽ ആഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരു 2000 പേരെ ഡിലീറ്റ് ചെയ്ത് 2000 പേരെ ആഡ് ചെയ്താൽ അതൊരു ഡിസൈസീവ്, ഡൽഹിയെ സംബന്ധിച്ച് 1,00,000 കൂടുതൽ വോട്ടുകൾ എങ്ങും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊരു ഡിസൈസീവ് വോട്ട് മാർജിനായിട്ട് മാറിയിട്ട് അങ്ങനെ ബൂത്ത് ലെവൽ മൈക്രോ മാനേജ്മെന്റ് ആണ്. അത് ബൂത്ത് ലെവൽ മൈക്രോ മാനേജ്മെന്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു. അത് ബി.ജെ.പി. കാഡറിന്റെ ബലോ ഹാർഡ് വർക്ക് ഒന്നും അല്ല. പ്രൊഫഷണൽ ഏജൻസിയുടെ പ്രൊഫഷണൽ എക്സ്പെർട്ടീസ് കാരണമാണ് ബി.ജെ.പി. ജയിച്ചെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ കാര്യം, അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു അമിതമായ കോൺഫിഡൻസ്, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചായിരുന്നു. അത് അരവിന്ദ് കെജ്രിവാളിന്റെ വോട്ട് ബേസ് വെറും ലോവർ ക്ലാസ്സോ അല്ലെങ്കിൽ ചേരികളിൽ താമസിക്കുന്ന ആൾക്കാർ മാത്രമല്ല. അരവിന്ദ് കെജ്രിവാൾ ആട്യ എൻആർഇച്ചിയെ അങ്ങനെ പല ക്യാമ്പയിനോട് കൂടി ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ ഫോർമേഷൻ ചെയ്തിട്ട് ഡൽഹി കീഴടങ്ങിയ ഒരു നേതാവാണ്. അതൊരു മിഡിൽ ക്ലാസ് ആൾക്കാർ. ഈ രാംലീല മൈതാനിൽ പല ദിവസം കാവൽ കിടന്ന ആൾക്കാർ, അവരുടെ ജോലികൾ വിട്ട് കോർപ്പറേറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ആൾക്കാർ, ജേർണലിസ്റ്റുകൾ ഇഷ്ടം പോലെ അവരുടെ ജോലി വിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ, ഈ മിഡിൽ ക്ലാസ്സിനെ അരവിന്ദ് കെജ്രിവാൾ ക്രമമായി കാലകാലമായി കൈവിട്ടുള്ള കാര്യത്തിന് സംശയമില്ല. അത് മാത്രമല്ല, അവരുടെ പോളിസീസ് ഒരുപക്ഷെ മിഡിൽ ക്ലാസ് അവർക്കൊരു വലിയ പ്രശ്നമല്ല. കാരണം അവരുടെ കോർ വോട്ടർ ബേസ് അവരുടെ കൂടെ നിന്നുകൊണ്ട്, അതുമാത്രമല്ല അവരുടെ ദലിത് മുസ്ലിം കോമ്പിനേഷൻ അവരുടെ കൂടെ നിൽക്കുന്നവർക്കായി അമിത വിശ്വാസമായിരുന്നു അവർക്ക്. അതേ സമയത്ത് നമുക്ക് കിട്ടുന്ന സൂചന അനുസരിച്ച് പല കോൺസ്റ്റിറ്റ്യുവൻസീസിലും മുസ്ലിംസ് പോലും ബി.ജെ.പിയെ
BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷം വോട്ട് മുസ്ലിംസിന്റെ വിജയിക്കുന്നതാണ് സൂചന. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഈ വിജയം BJPയുടെ ഒരു ഇലക്ഷൻ മെഷീനറിയുടെ വിജയമാണെന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പൊ ഈ സൂചിപ്പിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. ഒരുപക്ഷെ അതൊരു അമിത ആത്മവിശ്വാസം, ഹരിയാനയിൽ കോൺഗ്രസ് കാണിച്ചതുപോലൊരു അമിത ആത്മവിശ്വാസം അരവിന്ദ് കെജ്രിവാൾ കാണിച്ചോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, അവരുടെ ജനപ്രിയ പദ്ധതികൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന പദ്ധതികൾ കൊണ്ട് അവരുണ്ടാക്കിയെടുത്ത ഒരു ജനപിന്തുണ ഉണ്ടായിരുന്നു. ആ പിന്തുണ BJP ആം ആദ്മി പാർട്ടിയുടെ തന്നെ വാഗ്ദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറികടന്നു. അങ്ങനെയും നമ്മൾ കാണുന്നു. ഈ സോഷ്യൽ സ്കീംസിനെ ഈ സോഷ്യൽ സ്കീം ഒരുപക്ഷെ പലർക്കും പല ഇംപ്രഷൻ ഉണ്ട്. സോഷ്യൽ സ്കീംസ് അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി വെച്ചത് അതല്ല, ഷീല ദീക്ഷിത് ഇന്ത്യയിലെ സോഷ്യൽ സ്കീംസ് അങ്ങനത്തെ ഒരു വെൽഫെയർ സ്കീംസ് തുടങ്ങുന്ന ഒരു ഒരു ഇനീഷ്യൽ സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് ഡൽഹി. കാരണം ഒരു സെൻട്രൽ സ്കീം ഉണ്ടായിരുന്നു, ഒരു ലൈഫ് ഇൻഷുറൻസിന്റെ. ആ സ്കീമിനെ ശകലം ട്വീക്ക് ചെയ്തിട്ട് 1000 രൂപ മാസം കൊടുക്കുന്ന ഒരു സ്കീം ഷീല ദീക്ഷിത് തുടങ്ങി വെച്ചത്. അപ്പം കോൺഗ്രസ് കാലം തൊട്ട് ഡൽഹി, കാരണം ഡൽഹി ഒരു ഫിനാൻഷ്യലി സർപ്ലസ് സ്റ്റേറ്റ് ആണ്. ടാക്സ് റവന്യൂ അല്ല GST റവന്യൂ അതൊക്കെ സർപ്ലസ്. അപ്പം ഈ ഡൽഹിയുടെ ഫിനാൻഷ്യൽ മൊത്തം കിറ്റിയുടെ ഒരു 50-55% സോഷ്യൽ വെൽഫെയർ സ്കീംസിന് പോകുന്ന അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഷീല ദീക്ഷിത് മുതലുള്ള, പക്ഷെ അരവിന്ദ് കെജ്രിവാൾ വന്നിട്ട് അതിനെ ഒരു പ്രചരണമാക്കി. ഇപ്പം കുംഭമേള കാലാകാലമായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദി അതിനെ ഒരു പ്രചരണമാക്കിയതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഈ സോഷ്യൽ വെൽഫെയർ സ്കീമിനെ ഒരു പ്രചരണമാക്കിക്കൊണ്ട്, അത് മാത്രമല്ല പക്ഷേ പല സ്കീംസ് ആൾക്കാരെ നല്ലവണ്ണം ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. മൊഹല്ല ക്ലിനിക് ആയാലും സ്കൂളുകളുടെ ഇൻക്രിമെന്റ് ആയാലും. ഇപ്പം ജസ്റ്റ് എൻ എക്സാമ്പിൾ, ഈ ഡൽഹിയിലെ സ്കൂൾസിനെ ഗവൺമെന്റ് റിഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഡൽഹിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഹരിയാന കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഹരിയാനയിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരുടെ റിഫോം ഒരു സിമ്പിൾ റിഫോമാണ്. നിങ്ങൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കേണ്ട, പ്രൈവറ്റ് സ്കൂളിലോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ 2000 രൂപ ഇട്ടേക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഹരിയാനയിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് സ്കൂളുകളിൽ പോകാൻ പിള്ളേരില്ല. ടീച്ചേഴ്സിന് റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഹരിയാനയിലെ കണ്ണായ സ്ഥലത്തുള്ള സ്കൂളുകളിലെ സ്ഥലമെല്ലാം ഇനി കുറെ കാലം കഴിഞ്ഞ് ചിലപ്പോൾ ഓപ്ഷൻ ചെയ്തേക്കാം. അത് കോർപ്പറേറ്റ്സ് ആയിരിക്കും ചിലപ്പോൾ ഏറ്റെടുക്കുന്നത്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളാണ് BJPയുടെ മോഡൽ ഓഫ് ഡെവലപ്മെന്റ് അങ്ങനെ. അപ്പം അത് ഡൽഹിയിൽ ഇനിയും BJPക്ക് ചെയ്യാൻ ആരും അതിനെ അതിനെ എതിർക്കാൻ ആൾക്കാരുമില്ല. കാരണം ഡൽഹിയെ ഡെവലപ്പ് ചെയ്യേണ്ടിയ ഒരു മോഡൽ, അതൊരു ഒരു ഇക്കണോമിക് മോഡൽ തന്നെ BJPയുടെ ഒരു കോർപ്പറേറ്റ് ലെഡ് ഇക്കണോമിക് മോഡലുണ്ട്. അപ്പം ആ മോഡൽ നടപ്പാക്കാൻ എതിർത്ത് നിന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടി. ഇനിയും BJPക്കും നരേന്ദ്രമോദിക്കും സെൻട്രൽ നരേന്ദ്രമോദിക്കും ഡൽഹിയിൽ ആ ഒരു പരിഷ്കരണം, നമ്മൾ പരിഷ്കരണം എന്ന് പറയാം, പക്ഷെ അങ്ങനത്തെ ഒരു ചേഞ്ച് ഡൽഹിയിലെ ഡെവലപ്മെന്റ് മോഡലിൽ വരാൻ പറ്റും. ഒരു ഹിന്ദിയിൽ ഒരു ജോക്ക് ഉണ്ട്, ഗരീബി കേസെ ഹട്ടായെങ്കിൽ ഗരീബ് ഹട്ടാത്തോ ഗരീബി ഹട്ട് ജായേഗാ. പാവങ്ങളുടെ എടുത്തു മാറ്റൽ ദാരിദ്ര്യവും മാറും. അപ്പൊ അതുപോലെ തന്നെ ഡൽഹിയിൽ പാവങ്ങളെ എല്ലാം തിരിച്ച് വീട്ടിൽ അയച്ചാൽ ഡൽഹിയിൽ ദാരിദ്ര്യം മാറുമല്ലോ. അപ്പം അങ്ങനത്തെ സാഹചര്യം ഇനി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഡൽഹിയിലെ ആൾക്കാരെ പ്രചരണത്തിന്റെ BJPയുടെ പ്രചരണത്തിന്റെ കൂടെ നിന്ന് BJPയെ വോട്ട് ജയിപ്പിച്ചു എന്നുള്ളൊരു കാര്യത്തിന് സംശയമില്ല. പക്ഷെ എങ്ങനെ തോന്നുന്നു, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തേക്കാണ്, അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു അമിത ആത്മവിശ്വാസം, അതിപ്പോ ഹരിയാനയിൽ കോൺഗ്രസിനുണ്ടായിരുന്നത് പോലെയുള്ള ഒരു അമിത ആത്മവിശ്വാസം അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഫലമാണോ ഇപ്പോൾ ആം ആദ്മി പാർട്ടി അനുഭവിക്കുന്ന ഈ പരാജയം? അല്ല, അങ്ങനെ ഈ കേജ്രിവാളിന്റെ ഈ ആത്മവിശ്വാസം, അമിതവിശ്വാസം അദ്ദേഹം ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് അദ്ദേഹം. ഈ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ, ഉപമുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ, ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിസഭകൾ കൈകാര്യം ചെയ്ത് സത്യേന്ദ്ര ജെയിനെ പോലുള്ള ആൾക്കാരെയൊക്കെ വർഷങ്ങളോളം ജയിലിലിട്ടിട്ട് അഴിമതി ആരോപണത്തിൽ കുടുക്കി ചാർജ് ഷീറ്റ് പോലും കൊടുക്കാതെ വർഷങ്ങളോളം ജയിലിലിട്ടിട്ട് പാർട്ടി പ്രവർത്തകരുടെയും പിന്നെ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയ്ക്കുന്ന സപ്പോർട്ടേഴ്സിൻ്റെയും എല്ലാം
ഒരു മൊറാല് തകർക്കുന്നതിൽ BJPക്ക് വലിയ നേട്ടമുണ്ടായതുകൊണ്ട് കേജ്രിവാൾ തൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി എവിടെയും പോയിട്ടില്ല എന്ന് അദ്ദേഹം ജയിലിൽ പുറത്തു വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഞാൻ ജനങ്ങളുടെ കോടതിയിലേക്ക് വരികയാണ്, ജനകീയ കോടതിയിൽ ഞാൻ കുറ്റവിമുക്തനായാൽ ഞാൻ പിന്നെ കുറ്റവിമുക്തനാണ് എന്ന്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാനടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഈ ആം ആദ്മി പാർട്ടിയുടെ കാഡറിൽ ഒരു സവിശേഷമായ ഒരു ഒരു വിശ്വാസമുണ്ടായിരുന്നു. അതായത് ഈ BJPയുടെ മൈക്രോ മാനേജ്മെന്റിന് ഒരു വലിയ പരിധിവരെ മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കാത്തതുണ്ട്. മറ്റു പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ആയാലും മറ്റേത് പാർട്ടി ആയാലും ശരി, ആ പാർട്ടികൾക്കൊന്നും ഇല്ലാത്ത ഒരു സെമി കാഡർ സംവിധാനം ആം ആദ്മി പാർട്ടിക്ക് എല്ലാ കാലത്തും ഉണ്ടായി. അത് പാർട്ടി ആവുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു, പാർട്ടി ആയ ശേഷവും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഈ കേജ്രിവാൾ ആദ്യത്തെ ഇലക്ഷനിൽ ഈ അത്ഭുതകരമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് വെച്ചാൽ, നിങ്ങൾ ഈ തരത്തിലുള്ള ഒരു പിന്നെ കോർപ്പറേറ്റ് വിരുദ്ധ അല്ലെങ്കിൽ അഴിമതി ഒന്നുമില്ലാതെ സംശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിട്ട് നിങ്ങളുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പോളിംഗ് ബൂത്തിൽ ഏറ്റവും മിനിമം ചിലവാകുന്നത് 1.5 ലക്ഷം. പോളിംഗ് ബൂത്തിൽ ആ പോളിംഗ് ദിവസത്തെ മാത്രം ചിലവാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വേറെ ആൾക്കാർക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷെ എന്നാൽ ആ പോളിംഗ് ബൂത്ത് മാനേജ്മെന്റിന് മാത്രം 1.5 മുതൽ 2 ലക്ഷം രൂപ വരെ ചിലവ് വരും. നിങ്ങൾക്ക് പാർട്ടി വർക്കേഴ്സിന് നിങ്ങൾക്ക് ചായ മേടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചോദ്യം കേജ്രിവാളിന് ചോദിച്ചത്. അപ്പോൾ കേജ്രിവാൾ പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൽ ഈ ആദ്യത്തെ, അതായത് മുഴുവൻ ഭൂരിപക്ഷത്തിലല്ല, കോൺഗ്രസിന് പിന്തുണയ്ക്കേണ്ടി വന്ന ആ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ബൂത്തിലും ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പത്രസമ്മേളനത്തിന് കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ബേസിക്കായിട്ട് അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ സ്ട്രക്ചറിനകത്തും അതിൻ്റെ പ്രത്യേകിച്ചും അതിലുള്ള യൂത്തിൻ്റെയും ഒരു വലിയ സ്വാധീനത്തെ പറ്റിയിട്ടുള്ള കേജ്രിവാളിൻ്റെ ഒരു 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 വിശ്വാസമായിരുന്നു. അത് നമ്മളെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർക്കും ആ ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ BJP ഈ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കുന്ന കാലത്ത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന പറയുന്ന ഈ എക്സ്റ്റേണൽ ഏജൻസികൾ, അതായത് ഓരോ ബൂത്തിനെയും അതിൻ്റെ ടോപ്പോഗ്രഫി, അതിൻ്റെ ഡെമോഗ്രഫി, അതിലെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാണ്ട് 3-4 വർഷമായി നിരന്തരമായി സമഗ്രമായി പഠിക്കുന്നതിന് ശേഷം ഓരോ മൈക്രോ മാനേജ്മെന്റും ന്യൂവാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്ന ഈ BJPയുടെ എക്സ്റ്റേണൽ ഏജൻസികൾ ഈ രാഷ്ട്രീയത്തിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറയുണ്ടായി, BJP ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയത്തെ ഒരു പ്രൊഫഷണൽ ജോലി പോലെയാക്കി മാറ്റാൻ, ഒരു കോർപ്പറേറ്റ് പ്രൊഫഷണൽ ജോലി പോലെയാക്കി മാറ്റാൻ അങ്ങനെ മാറ്റുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയുള്ള വലിയ റിസോഴ്സസ് ആ പാർട്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയും റിസോഴ്സസ് ആ പാർട്ടിയുടെ കയ്യിലുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ ഞാൻ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മിക്കവാറും ഫ്ലാറ്റുകളിലും ഫ്ലാറ്റുകൾ അടങ്ങുന്ന ബിൽഡിങ്ങുകളിലുള്ള ഈ ഗാർഡ്മാർക്ക് മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ 3 മാസം ഒരു റെഗുലർ പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഈ കഴിഞ്ഞ വോട്ടിംഗ് ദിവസമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കെല്ലാവർക്കും റെഗുലറായിട്ടൊരു പേയ്മെൻറ്റ് ഈ എക്സ്റ്റേണൽ ഏജൻസി വഴി കൊടുത്തിരുന്നു. അപ്പോൾ എങ്ങനെ ഈ ഓരോ ഫ്ലാറ്റിനകത്തുമുള്ള വോട്ടുകളെ എങ്ങനെ മാർഷൽ ചെയ്യണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ രീതിയിലുള്ള ഒരു, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സുകൾ താമസിക്കുന്ന ഇത്തരം ഫ്ലാറ്റുകളിലൊക്കെ എങ്ങനെ ഈ വോട്ട് മാനേജ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള, സത്യത്തിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇന്ന് പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട, അത് സ്വായത്തമാക്കുകയും ഒരുപക്ഷെ അതിനെ ഏത് രീതിയിലാണ് അവർക്കത് അവരുടെ രാഷ്ട്രീയത്തിൽ അവരുടെ പാർട്ടിക്കകത്ത് നടപ്പാക്കാൻ പറ്റുക പഠിക്കുകയും ചെയ്യേണ്ട ഒരു സംഭവമാണ്. പക്ഷേ മറ്റു പാർട്ടികൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ BJPക്കുള്ള അത്രയും റിസോഴ്സസ് അവർക്കില്ല. ലോകത്തെ ഏറ്റവും ധനികമായിട്ടുള്ള 2ാമത്തെ പാർട്ടി എന്നാണ് BJP സ്വയം വിശേഷിപ്പിക്കുന്നത്. ആദ്യത്തെ പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കെ ലോകത്തെ ഏറ്റവും കൂടുതൽ റിസോഴ്സസ് ഉള്ള ഏറ്റവും ധനികമായിട്ടുള്ള 2ാമത്തെ പാർട്ടി. അപ്പോൾ ആ പാർട്ടിയുടെ റിസോഴ്സസിനെ മറികടന്നുകൊണ്ട് എങ്ങനെ ഈ തരത്തിലുള്ള ഒരു മിഷനറി, ഒരു പ്രൊഫഷണൽ മിഷനറി കെട്ടിപ്പടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ വളരെ പ്രധാനമായ ചോദ്യമാണ്. ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ BJPയുടെ അകത്തു നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അവരുടെ മൊത്തം അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിനുള്ള സാധനമാണ്. കഴിഞ്ഞ 2 മാസം, അതായത് ഈ വർഷം തുടങ്ങി കഴിഞ്ഞിട്ടുള്ള ജനുവരി ഫെബ്രുവരി മാസത്തിൽ മാത്രം BJP
ഉത്തർപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, അവരുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ചിലവാക്കിയിട്ടുള്ള പൈസ 2 മാസത്തിലാണ് 400 കോടി രൂപയാണ് ഒഫീഷ്യലായിട്ട്. അതായത് ഇത് വൈറ്റ് മണി ചിലവാക്കിയതാണ്. അപ്പോൾ പ്രതിപക്ഷത്തുള്ള പല നേതാക്കന്മാരും എന്നോട് ചോദിക്കുന്നത് വെച്ചാൽ, വൈറ്റ് മണി 400 കോടി രൂപ 2 മാസത്തിനുള്ളിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ മാത്രം ചിലവാക്കിയിട്ടൊരു പാർട്ടി എത്രമാത്രം ബ്ലാക്ക് മണി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. തീർച്ചയായും ഇത് ഞാൻ കാണുന്നത് രാഷ്ട്രീയത്തെ, ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പോക്കിനെ മാറ്റിമറിക്കുന്ന ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് റിഫ്ലക്ട് ചെയ്തിട്ടുള്ള ചെറിയ സ്ഥലമാണ്. അതുകൊണ്ട് BJPക്ക് നടപ്പാക്കാൻ എളുപ്പമായിരുന്നു. ഇപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഭരണഘടനയെ പറ്റിയുള്ള ചോദ്യങ്ങളും അത് എങ്ങനെ സംവരണത്തെ ബാധിക്കുമെന്നുള്ള വൈകാരികമായ ചോദ്യങ്ങളുമെല്ലാം ഒരു വലിയ രീതിയിൽ പ്രതിഫലിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ BJPക്ക് തിരിച്ചടി കിട്ടിയത്. പക്ഷേ അതിനുശേഷം BJP ഈ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള മൈക്രോ മാനേജ്മെന്റിന്റെ ഒരു വലിയ അത്ഭുതം മഹാരാഷ്ട്രയിൽ കാണിച്ചു, ഹരിയാനയിൽ കാണിച്ചു. അതിന്റെ ഏറ്റവും മൂർത്തമായിട്ടുള്ള രൂപം നമുക്കൊക്കെ മനസ്സിലാവുന്ന വിധത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും വലിയ അന്തരം, വോട്ട് ശതമാനത്തിലും സീറ്റ് നിലയിലും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വലിയ അന്തരത്തെ നേരിട്ടൊരു പാർട്ടി അത് മറികടന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട, വളരെ സവിശേഷമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇനീഷ്യേറ്റീവ്, ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് ആണ് നമ്മൾ കണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വെങ്കടേഷ്, പക്ഷെ അത് പറയുമ്പോൾ ഈ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാൾ തോൽക്കുന്നു, മനീഷ് സിസോദിയ തോൽക്കുന്നു, സത്യേന്ദ്ര ജെയിൻ തോൽക്കുന്നു. അവരുടെ വളരെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ വരെ തോൽവി അടയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഇത് ആ പാർട്ടി ഏതെങ്കിലും തരത്തിൽ എക്സ്പെക്ട് ചെയ്തതാണോ? ഇപ്പോൾ ഒരു പരാജയം ഉണ്ടായാൽ പോലും അരവിന്ദ് കെജ്രിവാളോ അല്ലെങ്കിൽ മനീഷ് സിസോദിയോ പരാജയപ്പെടും എന്ന് ആ പാർട്ടി വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ. കേജ്രിവാളിന്റെ തോൽവി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം മുതൽ തന്നെ ആം ആദ്മി പാർട്ടി മാത്രമല്ല, രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ പൊതുവിൽ ഒരു തോന്നലുണ്ടായിരുന്നു, ഇത്തവണ കേജ്രിവാൾ ഈ ന്യൂഡൽഹി മണ്ഡലത്തിൽ തോക്കും എന്നുള്ളത്. പക്ഷേ അപ്പോഴും ഉണ്ടായിരുന്ന പ്രൊജക്ഷൻ എന്താണെന്ന് വെച്ചാൽ, പശ്ചിമ ബംഗാളിൽ സംഭവിച്ചതുപോലെ മമതാ ബാനർജി സ്വന്തം മണ്ഡലത്തിൽ തോക്കുകയും പക്ഷേ തൃണമൂൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരിക, ആ ഒരു സെനേറിയോ റിപ്പീറ്റ് ചെയ്യും എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ അടക്കമുള്ള തോട്ടകരും എന്നെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഞങ്ങളുടെയൊക്കെ ചർച്ചകൾ വന്നിരുന്നത്. കേജ്രിവാളിന്റെ തോൽവി ഒരു പ്രധാനപ്പെട്ട ഒരു സാധ്യതയായി തന്നെ എല്ലാവരും കണ്ടിരുന്നു. പക്ഷെ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അത്ഭുതകരമായി തോന്നുന്ന 2 പരാജയങ്ങൾ. മനീഷ് സിസോദിയുടെ കാര്യത്തിലും അവിടെ കോൺഗ്രസ് നിർത്തിയിട്ടുള്ള മുസ്ലിം സ്ഥാനാർത്ഥി, അവിടെ ഈ 2 കേജ്രിവാളിന്റെ സീറ്റിലും മനീഷ് സിസോദിയുടെ സീറ്റിലും 2 സീറ്റിലും കോൺഗ്രസിന്റെ പെർഫോമൻസ് ആണ് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത്. അതായത് മനീഷ് സിസോദിക്കെതിരായിട്ട് കോൺഗ്രസ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള വലിയ രീതിയിൽ മുസ്ലിം സൊസൈറ്റീസ്, അദ്ദേഹത്തിന്റെ ആ സൊസൈറ്റിയുടെ പല മണ്ഡലങ്ങളിലും പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിനകത്ത് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയത്. ആ സ്ഥാനാർത്ഥി വന്നപ്പോൾ തന്നെ മനീഷ് സിസോദിയ അടക്കമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്, എന്നാലും ചെറിയ രീതിയിൽ ചെറിയ വോട്ടിനിട്ട് ജയിച്ചു 2,000 വോട്ട്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കുന്ന സമയത്ത് ഞാൻ ഈ മനീഷ് സിസോദിയയുടെ ടീമിലുള്ള ഒരാൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ കണക്കൂട്ടുന്നത്? ഇപ്പം ഞങ്ങളിപ്പോൾ ഈ ആസ് ഓഫ് ടുഡേ, അതായത് വോട്ടിംഗ് നടന്നിട്ടില്ല, പ്രചാരണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഏതാണ്ട് ഒരു 4,000 വോട്ടിന് മുന്നിലാണ് എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയിട്ടുള്ള 2 തോൽവികൾ, സൗരഭ് ഭരദ്വാജിന്റെ തോൽവി, അത് ആ സൗരഭ് ഭരദ്വാജ് അതിന്റെ അതേ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആം ആദ്മി പാർട്ടി നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ തോൽവി, അതുപോലെ സത്യേന്ദ്ര ജെയിന്റെ തോൽവിയാണ് എന്നെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്ന 2 തോൽവി. കേജ്രിവാളിന്റെ കാര്യത്തിൽ ഈ ആം ആദ്മി പാർട്ടിക്കകത്ത് തന്നെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു, മൂപ്പര് തോറ്റാലും പാർട്ടി ജയിച്ചു വരും എന്നുള്ളതായിരുന്നു ഒരു കണക്കൂട്ട്. ഇത് ആം ആദ്മി പാർട്ടിയുടെ ഭാവിയിൽ എന്താണ് ചോദ്യചിഹ്നമായി വരാൻ പോകുന്നത് ഈ തോൽവികൾ എന്നുള്ളതിനകത്തേക്ക് വരാനും ഞാൻ സന്തോഷ് കോഷി ജോയിലേക്ക് ഒരിക്കൽ കൂടി. സന്തോഷ് കോഷി ജോയി, ഈ കോൺഗ്രസിന്റെ ഒരു സാന്നിധ്യം അത് എത്രത്തോളം ഒരു സ്പോയിലറായി വർക്ക് ചെയ്തിട്ടുണ്ട്? കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പ്രസൻസ് ഉറപ്പിക്കുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അവർക്ക് വോട്ട് പെർസെൻറ്റേജ് കൂട്ടാൻ, ജയിക്കാൻ പറ്റുന്ന സീറ്റുകൾ ജയിക്കാൻ ശ്രമിക്കുക, ഇത് അവരുടെ രാഷ്ട്രീയമാണ്. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ എത്രത്തോളം സ്പോയിലറായി പ്രവർത്തിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം? രാജീവ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഡൽഹിയിൽ കോൺഗ്രസിന്റെ എക്സിസ്റ്റൻസ് തീരുന്ന ഒരു സാഹചര്യമായിരുന്നു അവർ കണ്ടത്. കാരണം കോൺഗ്രസിന് ഡൽഹിയിൽ എങ്ങനെങ്കിലും ഒരു എക്സിസ്റ്റൻസ് വേണമെങ്കിൽ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടി ഉള്ള കാലം വരെ കോൺഗ്രസിന് ഒരു
ഒരു എക്സിസ്റ്റൻസും ഇവിടെ സാധ്യതയാണ്. അപ്പം അരവിന്ദ് കെജ്രിവാൾ തോറ്റോടുകൂടി അരവിന്ദ് കെജ്രിവാൾ ഓഫ് കോഴ്സ് ഒരു നല്ല പ്രതിപക്ഷമായിട്ട്, അല്ലെങ്കിൽ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്വതന്ത്ര പാർട്ടി, അങ്ങനെ പല പാർട്ടികളുണ്ട് വിപ്ലവം സൃഷ്ടിച്ച് കുറെ നാൾ കണ്ടിട്ട് തിരിച്ച് എങ്ങും കാണാതെ പോയ പല പാർട്ടികളുണ്ടല്ലോ ഇന്ത്യയിൽ. പക്ഷെ അതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഒരു പക്ഷേ ഒരു മൊത്തം ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ വെങ്കടേഷിന്റെ പുസ്തകം തീർക്കാം. കാരണം അത് ലാസ്റ്റ് ചാപ്റ്റർ ഇന്നത്തെ റിസൾട്ടോട് കൂടി എഴുതിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഒബിച്വറി എഴുതിയിട്ട് തീർക്കാൻ വേണമെങ്കിൽ, പുസ്തകം വേണമെങ്കിൽ തീർക്കാം. പക്ഷേ അങ്ങനത്തെ സാഹചര്യം അല്ലാതെ ഈ ബേസിക്കലി അരവിന്ദ് കെജ്രിവാൾ മുമ്പോട്ട് വെക്കുന്ന ആ പോളിറ്റിക്സ്, അത് കോൺഗ്രസിന്റെ പോളിറ്റിക്സ് ആണ്. ആ സോഷ്യലിസ്റ്റ് പ്രോ പുവർ പോളിറ്റിക്സ് അതൊരു കോൺഗ്രസിന്റെ പോളിറ്റിക്സ് ആണ്. അതിന്റെ നേരെ എഗെയിൻസ്റ്റ് ആണ് BJPയുടെ പോളിറ്റിക്സ്, ഒരു കോർപ്പറേറ്റ് ലെഡ് പോളിറ്റിക്സ് ബേസിക്കലി. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇനിയുള്ള ഫ്യൂച്ചറിൽ ഓഫ് കോഴ്സ് കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഇനിയും വേണമെങ്കിൽ കോപ്പറേറ്റ് ചെയ്ത് ഡൽഹിയിൽ BJP എതിർക്കാനുള്ള സാഹചര്യമുണ്ട്. അത് അവരുടെ ലീഡേഴ്സ് തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കാം ഒരുപക്ഷെ മുമ്പോട്ട് പോകേണ്ടത്. പക്ഷേ വെങ്കടേഷ് സാറ് പറഞ്ഞ ബൂത്ത് മാനേജ്മെന്റിനെ പറ്റിയുള്ള കാര്യം, ഈ 3000-4000 വോട്ടുകൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് എങ്ങനെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി ജയിക്കാനുള്ള ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ആസ് എ റിപ്പോർട്ടർ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് 2014 UP ഇലക്ഷനാണ്. അമിത്ഷാ അന്ന് ഗുജറാത്തിൽ അമിത്ഷായുടെ അഗേൻസ്റ്റ് കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അമിത്ഷാ ഗുജറാത്തിൽ നിന്ന് പുറത്താണ്. അങ്ങനെ സാഹചര്യത്തിൽ UPയിലാണ് ഒരു വർഷം കൊണ്ട് അമിത്ഷാ താമസിച്ച് ഓരോ സീറ്റുകളിലെ ജാതി ഇക്വേഷൻസിനെ ഡീകോഡ് ചെയ്തിട്ട് ഓരോ സീറ്റുകൾ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് അന്ന് ആ BJPയുടെ 2014 പെർഫോമൻസ് ഉത്തർപ്രദേശിൽ അങ്ങനത്തെ ഒരു മൈക്രോ മാനേജ്മെന്റ് ആണ് ഡൽഹിയിൽ ഈ പ്രാവശ്യവും നടന്നിരിക്കുന്നത്. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, മെനങ്ങാന്ന് സഞ്ജയ് റാവുത്തിന്റെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായത്, സഞ്ജയ് റാവുത്ത് രാഹുൽ ഗാന്ധി. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം, നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിന്റെ ഒരു ലോജിക്കൽ ഒരു എക്സ്റ്റൻഷനാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് ഒരു 30-40 ലക്ഷം വോട്ടുകൾ പെർമനന്റ്ലി മൂവിങ് വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ പോയി ആഡ് ചെയ്തു. ഇനി അടുത്ത ഇലക്ഷൻ ഡൽഹിയിലായിരുന്നപ്പോൾ അവരെല്ലാം ഡൽഹിയിലോട്ട് വരുന്നു. എന്നിട്ട് ഈ ഡൽഹിയിലെ ആ ആധാർ കാർഡ് തന്നെ ആയിരിക്കും ഇനി അടുത്ത ബീഹാറിലോട്ട് പോകുന്നത് അടുത്ത ഇലക്ഷന് വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ അത്ര ഒരു എക്സ്റ്റെൻസീവ് ഒരു സംഭവം, അത് എലിഗേഷനാണ്. അതിന്റെ സബ്സ്റ്റാൻഷ്യൽ പ്രൂഫ് അവർ ഒരു പക്ഷേ കോർട്ടിലോ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊടുക്കേണ്ടി വരും. പക്ഷേ അങ്ങനത്തെ ഒരു എലിഗേഷന് വരണമെങ്കിലും അത്ര ഒരു വലിയൊരു മാസീവ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 30 ലക്ഷം പേര്, ഒരു 2 ലക്ഷം പേരെയും പോലും ഒരു പെർമനന്റ് മൈഗ്രന്റ് ആക്കിക്കൊണ്ട് അവരുടെ ആ സെയിം ആധാർ കാർഡ് യൂസ് ചെയ്തുകൊണ്ട് അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോകുന്ന സംസ്ഥാനത്തിന്റെ ഓരോ ബൂത്തുകളിൽ അവരുടെ പേരുകൾ ആഡ് ചെയ്യുക, അവർ വോട്ട് ചെയ്തിട്ട് അടുത്ത ഇലക്ഷന് വേണ്ടി അവർ മൂവ് ചെയ്യുക. ഇത് ബേസിക്കലി ഈ ഹോക്കി, ഇന്ത്യ വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു ഹോക്കിയിൽ. പക്ഷേ ഗ്രാസ് കോർട്ടിൽ നിന്ന് ടഫ് കോർട്ടിലോട്ട് മാറിയപ്പോൾ, സിന്തറ്റിക് കോർട്ടിലോട്ട് മാറിയപ്പോൾ ഇന്ത്യക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് വേൾഡ് കപ്പ് ജയിച്ചിട്ടില്ല ഇന്ത്യ. കോൺഗ്രസിന്റെയും അതേ സ്ഥിതിയാണ്. കോൺഗ്രസിന്റെ ഞങ്ങൾ ജേർണലിസ്റ്റുകളുടെ എല്ലാം അത് സ്ഥിതിയാണ്. കാരണം വെങ്കടേഷ് ഞങ്ങളൊക്കെ ഒരു ഫീൽഡിൽ പോകുമ്പോൾ, കോൺസ്റ്റിറ്റ്യുവൻസി പോയപ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇവിടുത്തെ ഇഷ്യൂ എന്തുവാണ്, ഇവിടുത്തെ വിഷയം എന്തുവാണ്, നിങ്ങൾക്ക് എന്തുവാണ് പരാതികൾ. ഈ വിഷയവും പരാതി ഒന്നും ഈ ഇലക്ഷനെ ബാധിക്കുന്നില്ല. കാരണം ഇലക്ഷൻ ജയിക്കാനുള്ള മൈക്രോ മാനേജ്മെന്റ് ചെയ്യാൻ ശേഷിപ്പുള്ള ഏജൻസീസ് ഈ നാട്ടിലുണ്ട്. അപ്പൊ അവരാണ് ഈ നാട്ടിലെ ഡെമോക്രസിയുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നതും ആര് ഭരിക്കുന്നതും തീരുമാനിക്കുന്നത്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ചിന്താ വിഷയം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും വളരെ സങ്കടത്തോടെ, ഡെമോക്രസിയിൽ ബിലീവ് ചെയ്യുന്ന എല്ലാവരും വളരെ സങ്കടത്തോടെ കാത്തിരുന്ന് കാണേണ്ടിയ ഡെവലപ്മെന്റ് ആണ് ഇതൊക്കെ. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ റഷ്യ പോലെ ഡെമോക്രസിയിൽ പീപ്പിൾ വുഡ് നോ മോർ ബി ഇമ്പോർട്ടൻറ്റ്, ദി എക്സ്പേർട്സ്, ദി പ്രൊഫഷണൽ ഏജൻസീസ് വിൽ ബി ഇമ്പോർട്ടൻറ്റ് ഫ്രം ഫ്യൂച്ചർ. ഈ കാര്യത്തിൽ ഞാൻ വെങ്കടേഷ് രാമകൃഷ്ണന്റെ ഒരു ടെക്കിലേക്ക് കൂടെ പോവാണ്. കോൺഗ്രസിന്റെ ഒരു സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും മുഖ്യ എതിരാളി BJP ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലല്ലോ. അവരങ്ങനെയാണല്ലോ പറയുന്നതും. അവർ അതിനനുസരിച്ചാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ മുൻകൈ എടുത്തതുമൊക്കെ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പോസിബിൾ സഖ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് വേറൊന്നാവുമായിരുന്നു എന്ന് ഈ പോസ്റ്റ് ഇലക്ഷൻ സിനാരിയോയിൽ തോന്നുന്നുണ്ടോ? അവിടെ കോൺഗ്രസ് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി കുറച്ചൊരു
വിട്ടുവീഴ്ച ചെയ്തില്ല എന്നൊരു വിലയിരുത്തലിന് സാധ്യതയുണ്ട്. അല്ല, ഈ പ്രത്യേകിച്ചും ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു സംഘടനാപരമായിട്ട് അതിന്റെ ഫോർമേഷനിൽ തന്നെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺഗ്രസിന്റെ ഡയലമയെ പറ്റി ജോയ് പറഞ്ഞില്ല. ബേസിക്കായിട്ട് കോൺഗ്രസിന്റെ ഈ ഡയലമ ഡൽഹിയിൽ മാത്രമല്ല, കോൺഗ്രസിന് ഇതേ ഡയലമയാണ് ഉത്തർപ്രദേശിൽ. അതായത് സമാജ്വാദി പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉത്തർപ്രദേശിൽ. സമാജ്വാദി പാർട്ടിക്ക് കോൺഗ്രസുമായിട്ടുള്ള സഖ്യമുണ്ടാക്കി കഴിഞ്ഞാൽ തങ്ങളുടെ മുസ്ലിം വോട്ട് ബേസ് കോൺഗ്രസിലേക്ക് ചോർന്നു പോകാൻ സാധ്യതയുണ്ടോ എന്ന പേടി സമാജ്വാദി പാർട്ടി. അതുപോലെ ഇവിടെ ആം ആദ്മി പാർട്ടിയെ ഒരിക്കൽ കൂടി തിരിച്ചു കൊണ്ടുവന്നാൽ, അതിനൊരു സഖ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവന്നാൽ, പിന്നെ തങ്ങളുടെ അസ്തിത്വം ഒരു വിധത്തിലും ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ, ആ തോന്നലിലേക്ക് പിന്നെ കോൺഗ്രസ് വളരെ സജീവമായിട്ട് കോൺഗ്രസിന്റെ അകത്തുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യ മുന്നണിക്കകത്തുണ്ട്. അപ്പോൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമുണ്ടായിരുന്നെങ്കിൽ, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അരിത്മെറ്റിക്കിന്റെ വെറും ഒരു കൂട്ടലിലും കിഴിക്കലിന്റെയും സംഭവമല്ലല്ലോ. അതായത് രണ്ടും കൂട്ടിയാൽ 4 ആണോ 5 ആണോ എന്നുള്ളതൊരു സംശയം എപ്പോഴും രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് ഈ പറഞ്ഞിട്ടുള്ള പാഠങ്ങളെല്ലാം വലിയ രീതിയിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഞാനിതിപ്പോഴല്ല, കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബി ജെ പിയും മറ്റു പാർട്ടികളുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ബി ജെ പി 24 മണിക്കൂറും 360 ദിവസവും 24/7 365 വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ബാക്കിയുള്ള ഒരു പാർട്ടിയും അങ്ങനെയല്ല. ഇന്ത്യയിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കാഡർ പാർട്ടി എന്ന് പറയുന്നത് CPM-ഓ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും അങ്ങനെ 24/7 365 പ്രവർത്തിക്കുന്ന ഒരു പാർട്ടികളല്ല. എപ്പോഴും പുതിയ പുതിയ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിനുവേണ്ടിയുള്ള തിങ്ക് ടാങ്കുകൾ ഉണ്ടാവുക. അപ്പം ഈ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പം കോൺഗ്രസ് ഒരു പരിധി വരെ കോൺഗ്രസ്സിന് ഈ റിസൾട്ടിൽ സന്തോഷമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല സ്ഥലത്തും ഈ മധുര പ്രതികാരത്തിൻ്റെ കഥ പറയുന്ന കോൺഗ്രസ്സുകാരുടെ പോസ്റ്റുകൾ ഉണ്ടെന്നാണ് എൻ്റെ പല സുഹൃത്തുക്കളും വിളിച്ചു പറയുന്നത്. അപ്പോൾ എന്തായാലും കോൺഗ്രസിന് ആവശ്യമുള്ള റിസൾട്ടാണ്. പക്ഷേ ഇതിലിപ്പോൾ ഈ റീജിയണൽ പാർട്ടീസിൻ്റെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ്, ഉദാഹരണത്തിന് ഈ ഡൽഹിയിലെ ഈ പറഞ്ഞ ചേരി നിവാസികളുടെ ആ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി, അതിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ 3 ഒന്ന്, ഈ തിയറികളിലെല്ലാം സർക്കാരിൻ്റെ ജലം എത്തിക്കുന്നതിൽ ആം ആദ്മി പാർട്ടിയും കേജ്രിവാൾ സർക്കാരും വഹിച്ചിട്ടുള്ള പങ്കിനെ പറ്റി നമുക്ക് ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റില്ല. വൈദ്യുതി വലിയ രീതിയിൽ ലഭ്യമാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൽ ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള പങ്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ ഈ അനധികൃതമായിട്ടുള്ള ഈ ചേരികളിൽ താമസിക്കുന്നു പറഞ്ഞ ആൾക്കാരെ, ആ ചേരികൾക്ക് ഒരുതരം സെമി ഒഫീഷ്യൽ സ്റ്റേറ്റസ് നൽകുക. അപ്പം ഇങ്ങനെ ഒരു കാലത്ത് ഒരുപാട് തരത്തിലുള്ള ഇടപെടൽ ഇപ്പം വിദ്യാഭ്യാസ സ്ഥാനങ്ങളെ പറ്റിയിട്ട് ജോയ് പറഞ്ഞിട്ട്, ഈ ഹരിയാന മോഡൽ മിക്കവാറും ഡൽഹിയിലേക്ക് വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ പിന്നെ ഈ ബഹുള്ള ക്ലിനിക്കുകളുടെ കാര്യം, എല്ലാം പരിമിതികളുള്ള ഇനീഷ്യേറ്റീവ്സ് ആയിരുന്നെങ്കിലും ഇതെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ദരിദ്രരായിട്ടുള്ള ആൾക്കാരുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പര്യാപ്തമായ സംഭവമായിരുന്നു. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വലിയ വിള്ളൽ ഇത്തവണ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. നമ്മൾ വിശദമായി പഠിക്കേണ്ട ആവശ്യമുണ്ട് ഈ പദങ്ങളെ. പക്ഷേ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വലിയ രീതിയിലുള്ള വിള്ളൽ ഉണ്ടാക്കിയ എന്നതിനാണ് ഈ ബ്രോഡായിട്ടുള്ള സീറ്റുകളുടെ ഒരു നില നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷേ മിഡിൽ ക്ലാസ് വോട്ടിൽ ജോയ് വളരെ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ മധ്യവർഗ വോട്ടിൽ വലിയ രീതിയിലുള്ള ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ BJP-യുടെ ക്യാമ്പയിൻ, ഈ അഴിമതിക്കാരാണ് ഇവരും എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്യാമ്പയിൻ, അത് വലിയ രീതിയിൽ ഒരു ഭാഗം മധ്യവർഗ വിഭാഗങ്ങളെ ഡിസല്യൂഷനിലാക്കി, ഇച്ഛാഭംഗം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ് തരുന്നത്. അപ്പം കോൺഗ്രസ്സിന് അവർക്ക് ഒരു പക്ഷേ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഫലമാണ് ഇതെങ്കിലും, ഒരു 2-3 സീറ്റെങ്കിലും നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാവുന്ന ഒരു വകുപ്പുണ്ടാവുകയാണ്. തീർച്ചയായും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രീതിയിലുള്ള പരസ്പരം പഴിചാരലിൻ്റെയും അന്തഃഛിദ്രത്തിൻ്റെയും ഒക്കെ ഒരു കാലങ്ങളിലേക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മധ്യവർഗത്തിന്റെ ഷിഫ്റ്റ് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ എനിക്ക് തോന്നുന്നത്, ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഈ ആദായനികുതി നിരക്കിലൊക്കെ ഉണ്ടാക്കിയ വർധന, അതിന് കൊടുത്ത ഹൈപ്പ്, ഒപ്പം കേന്ദ്ര ജീവനക്കാരുടെ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ച, ഇതൊക്കെ ഈ മധ്യവർഗത്തെ ഒരുപക്ഷെ ചാഞ്ചാടിച്ചിട്ടുണ്ടാവാം. പല മണ്ഡലങ്ങളിലും ആ വോട്ടുകൾ BJP-യെ സഹായിച്ചിട്ടും ഉണ്ടാവാം.
ഞാൻ ഒറ്റ കാര്യം കൂടെ സിനു അതല്ല അത് എന്നോട് ചോദിക്കുന്നത്. നമ്മൾ അതിനെ അതുകൊണ്ടാണല്ലോ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിച്ചത് നേരത്തെ ചർച്ച ചെയ്തപ്പോൾ. അതെ, അതെ. ഞാൻ ഒറ്റ കാര്യം കൂടെ താങ്കളോട് ചോദിക്കുന്നു. ഈ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് ഒരു ഡു ഓർ ഡൈ ബാറ്റിൽ കൂടിയായിരുന്നു. അവരെ സംബന്ധിച്ച് ഡൽഹി ആയിരുന്നു അവരുടെ, ഇപ്പോൾ പഞ്ചാബിൽ ജയിച്ച് അധികാരത്തിലുണ്ടെങ്കിൽ പോലും ഡൽഹി ആയിരുന്നു അവരുടെ ഒരു മോഡൽ. ഡൽഹി മാതൃകയാണ് അവർ പലയിടത്തും പകർത്താൻ ശ്രമിച്ചത്. അവരുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നു. അവിടെ നിന്ന് അപ്രൂവ് ചെയ്യപ്പെടുന്നു കുറച്ച് സ്ഥലത്തേക്കെങ്കിലും ജനങ്ങളുടെ ഇടയിൽ തുടരുമെന്നൊക്കെ അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും അധികാരമില്ലാതെ അത് എത്രത്തോളം ആം ആദ്മി പാർട്ടിക്ക് സാധ്യമാകും എന്നുള്ളൊരു ചോദ്യം. ആം ആദ്മി പാർട്ടിയുടെ ഭാവിയെ ഈ തെരഞ്ഞെടുപ്പ് പരാജയം എത്രത്തോളം ബാധിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ആതിഷി, സൗരഭ് ഭരദ്വാജ്, സത്യേന്ദ്ര ജെയിൻ തുടങ്ങിയിട്ടുള്ള അവരുടെ കോർ ടീം അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഈ ആം ആദ്മി പാർട്ടിയെ പൊളിക്കാനും തകർക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം ആം ആദ്മി പാർട്ടി ഉണ്ടായ കാലം മുതൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കോർ ടീമിൽ നിന്ന് സാമദാന ഭേദദണ്ഡം ഉപയോഗിച്ചിട്ടുള്ള വലിയ ഒരു സീരീസ് ഓഫ് അറ്റാക്സ് ആണ് ആം ആദ്മി പാർട്ടിയുടെ ലീഡർഷിപ്പ് നടത്തിയത്. പക്ഷേ ഈ കോർ ടീമിൽ നിന്ന് ആരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ കോർ ടീമിന്റെ പുറത്ത് നിൽക്കുകയും കോർ ടീമിന്റെ അടുത്ത് നിൽക്കുകയും പക്ഷേ കോർ ടീമിന്റെ അത്രയും പ്രത്യയശാസ്ത്ര ദാർഢ്യമോ അല്ലെങ്കിൽ വിശ്വാസദാർഢ്യമോ ഒന്നുമില്ലാതിരിക്കുകയും ചെയ്യുകയും കേജ്രിവാളുമൊക്കെ ആയിട്ട് വളരെ അടുപ്പമുണ്ടെന്ന് പുറം ലോകം വിശ്വസിക്കുകയും ചെയ്ത സ്വാതി മാലിവാലിനെ പോലുള്ള ആൾക്കാർ ഇപ്പൊ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കുന്ന തൊട്ടു മുമ്പ് പാർട്ടി വിട്ടുപോയ MLA-മാർ ഇവരെല്ലാം ഈ തരത്തിൽ ഇവരുടെ ഒരു ഈസി ടാർഗറ്റ് ആണ് ആം ആദ്മി പാർട്ടിയിലെ ചില വിഭാഗങ്ങളെങ്കിലും എന്നൊരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ആം ആദ്മി പാർട്ടിയുടെ ഈ വോട്ടെണ്ണു തൊട്ടു മുമ്പുള്ള ഏറ്റവും വലിയ അവരുടെ പ്രചാരണം തന്നെ ഈ ഓപ്പറേഷൻ ലോട്ടസിനെ പറ്റിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പ് ജയിച്ചിട്ടുള്ള 22-23 MLA-മാരിൽ എത്ര പേര് അടുത്ത 6 മാസത്തിനുള്ളിൽ ആം ആദ്മി പാർട്ടിയുടെ കൂടെ ഉണ്ടാകുമെന്ന് കണ്ടു തന്നെ അറിയാം. ഇതിന് ഈ ഒരു കൾച്ചർ, അതായത് ആം ആദ്മി പാർട്ടിയെ രൂപപ്പെടുത്തുന്ന സമയത്ത് ഉണ്ടാക്കിയിരുന്ന ആശയസ്ഥൈര്യത്തിൻ്റെയും ഈ അഴിമതി രാജ്യത്തിൻ്റെയും ഒക്കെ കൾച്ചർ അത് ഡൈല്യൂട്ട് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആൾക്കാർ തന്നെയാണ് കേജ്രിവാളും മനീഷ് സിസോദിയും. അപ്പോൾ ഇവരാണ് ഇവർക്ക് ഇവരുടെ പഴയ റൂട്ട്സിലേക്ക് തിരിച്ചുപോയി ഇവർക്ക് ആ പഴയ രീതിയിലുള്ള അവരുടെ ഈ പറയുന്നത് എന്തായാലും കോർ ഗ്രൂപ്പ് സോളിഡാണ്. കോർ ഗ്രൂപ്പിൽ ആരും എത്ര വലിയ സമ്മർദ്ദം ഉപയോഗിച്ചിട്ടും BJPക്ക് നിലനിൽക്കാൻ പറ്റിയിട്ടില്ല. കോർ ഗ്രൂപ്പ് സോൾഡാണ്. ആ കോർ ഗ്രൂപ്പിൽ പക്ഷേ അവരുടെ പഴയ ആ പ്രവർത്തന രീതിയിലേക്കും പ്രവർത്തന പന്ഥാവിലേക്കും തിരിച്ചു പോകാൻ പറ്റുമോ? ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ ഇനിയുള്ള ഭാവിയെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ഉത്തരം നമുക്ക് നൽകുക. ഞാൻ അവസാനം സന്തോഷ് കോശി ജോയ് ഈ BJPയെ സംബന്ധിച്ച് ഇത് എത്രത്തോളം വലിയ വിജയമാണ്. കാരണം വെച്ചാൽ ഈ ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് 400 പാർ എന്ന് പറഞ്ഞ് പുറപ്പെട്ടിട്ട് 2040 വെച്ച് നിൽക്കേണ്ടി വന്നത്. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ വലിയ വിജയം, ഹരിയാനയിലെ ബാക്കി എല്ലാവരുടെയും ആത്മവിശ്വാസത്തെ മറികടന്ന് നേടിയ വിജയം, ഇപ്പോൾ ഡൽഹിയിലുള്ള വിജയം. ചുരുക്കത്തിൽ BJP അവരുടെ ലോക്സഭയിലെ ടാലി ഇപ്പോഴും കുറവാണെങ്കിൽ പോലും അവരുടെ ഒരു ശക്തി വർദ്ധിപ്പിക്കുകയും പ്രതിപക്ഷത്തെ ഏതാണ്ട് ചിന്ന ഭിന്നമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ ഈ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ഫലം മുന്നിൽ കാണുമ്പോൾ പറയേണ്ടി വരും. BJPക്ക് ഈ ഡൽഹി വിജയം ഒരു സംസ്ഥാന കീഴടങ്ങുന്നതിനെക്കാട്ടി കൂടുതൽ ഇതൊരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യം 75ാമത്തെ ആനിവേഴ്സറി, കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്തതിൻ്റെ 75ാമത്തെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ ഇലക്ഷന് മുമ്പ് ഒരു 3-4 മാസം മുമ്പ് നല്ലൊരു പ്രചരണം BJPയുടെ അഗെയിൻസ്റ്റ് നടന്നത് BJP അംബേദ്കറും അംബേദ്കറിൻ്റെ ഫോളോവേഴ്സും അംബേദ്കർ മുമ്പോട്ട് വെക്കുന്ന ദർശനശാസ്ത്രത്തിൻ്റെ അഗെയിൻസ്റ്റുള്ള പാർട്ടിയാണെന്നുള്ളൊരു നല്ലൊരു പ്രചരണം എല്ലാവരും, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാവരും ആഞ്ഞടിച്ച് ചെയ്തത്. അത് BJPയുടെ ഫ്യൂച്ചർ പ്ലാനിനെ റോഡ് ബ്ലോക്ക് ആയിട്ട്, കാരണം കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള സ്പെഷ്യൽ ഡിബേറ്റിനകത്ത് നരേന്ദ്രമോദി
കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്ന അമെൻമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്, കോൺഗ്രസിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് ന്യൂ ഇന്ത്യക്ക് ഒരു റിഫോംഡ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ വേണം. ബേസിക്കലി ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഒരു ബേസിക് ചേഞ്ചസ് വരുത്താം. അതാണ് കാരണം BJP കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് നയിച്ച BJPക്ക് ഇനിയും ഒരു ലീഡർഷിപ്പ് മാറ്റം, അല്ലെങ്കിൽ ഒരു ഫേസിന്റെ മാറ്റം, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരാനുള്ള കാലഘട്ടമാണ്. അപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരാൻ പോകുന്ന കാലഘട്ടമാണ്. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ സമയത്ത് നരേന്ദ്രമോദിയുടെ എന്തോ റോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ബൈകാർമൽ ലെജിസ്ലേറ്റീവ് സിസ്റ്റമിനെ മാറ്റിയിട്ട് ഒരു പ്രസിഡൻഷ്യൽ ഫോമിലോട്ട് മുമ്പോട്ട് നമുക്ക് പോവേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പല വൈറ്റൽ ഡിസ്കഷൻ ഈ BJP ആൾക്കാരുടെ ഇടയിൽ എടുത്തിടും. അത് BJPയുടെ ലീഡർഷിപ്പ് ഒന്നും അല്ലായിരിക്കും പറയുന്നത്. അത് ഈ സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ ഏജൻസീസ് അത് ഈ ഡിസ്കഷനൊക്കെ തുടങ്ങും. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു പ്ലാൻ BJPയുടെ കഴിഞ്ഞ ഒരു 8-9 മാസം കൊണ്ട് തടഞ്ഞു വെച്ചിരുന്നത് ഈ ഡൽഹി ഇലക്ഷനാണ്. ഡൽഹി ഇലക്ഷൻ തോറ്റായിരുന്നെങ്കിൽ ആ ഒരു കാര്യത്തിന് ചിലപ്പോൾ ഒരു ഡിലേ വന്നേനെ. പക്ഷേ ഡൽഹി ഇലക്ഷനോട് വിജയത്തോടു കൂടി തന്നെ BJPക്ക് കിട്ടുന്ന ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രചരണം BJP anti ദലിത്, anti അംബേദ്കർ പാർട്ടിയാണെന്നുള്ള പ്രചരണം ഫെയിൽ ആയി എന്നുള്ള ലിറ്റ്മസ് ടെസ്റ്റാണ് BJPക്ക് ഈ വിജയത്തോടു കൂടി കിട്ടുന്നത്. ഞാൻ ഒരു BJP ലീഡറിനോട് ഈ പല ഈ നേതാക്കളുടെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ നേതാക്കളുടെ ഒരു വിശേഷത എന്ന് പറയാൻ, നമ്മൾ അവരുടെ സീരിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ ആൻസർ പറയത്തില്ല. അതേ സമയത്ത് നമ്മൾ ലൂസ് ടോക്ക് ചെയ്താൽ, നമ്മൾ തമാശ എന്തെങ്കിലും ചോദിച്ചാൽ അവർ ചിലപ്പം നല്ല ജെന്യൂൻ കാര്യം പറയും. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ എന്തുവാണ് പോക്ക്? ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയും പൂട്ടാൻ ഉള്ള പോക്കാണോ, അല്ലെങ്കിൽ അവരെ നശിപ്പിച്ച് തീർക്കാനുള്ള പോക്കാണോ ഇനി മുമ്പോട്ടുള്ള പോക്ക്? അപ്പൊ അവർ പറഞ്ഞത്, അരവിന്ദ് കെജ്രിവാൾ തീരില്ല. അരവിന്ദ് കെജ്രിവാൾ മൊത്തമായിട്ട് ഡൽഹിയിൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് വളർന്നു വരത്തില്ല. അപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസും രണ്ടും ഡൽഹിയിൽ പരസ്പരം മുട്ടിക്കൊണ്ട് ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ, അവരുടെ ആ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി മത്സരിച്ചുകൊണ്ട് BJPക്ക് സാധ്യതയുള്ള റിഫോം എന്ന് പറയുന്ന, ഡെവലപ്മെന്റ് എന്ന് പറയുന്ന, ഇതൊക്കെ ഇതിൽ സിംഗിൾ കോട്ടാണ്. ഈ പദ്ധതികൾ മുമ്പോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഈ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. അപ്പം അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷനെ ഡിവൈഡ് ചെയ്തുകൊണ്ട്, ഒപ്പോസിഷൻ ഡിവൈഡഡ് ആണ്. അപ്പൊ ഈ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനെ പരസ്പരം എൻഗേജ് ചെയ്തുകൊണ്ട് BJPക്ക് അവരുടെ പ്ലാൻസ് ഡൽഹിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അതാണ് അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ. അതെന്റെ ഒരു നിരീക്ഷണം. ഞാൻ അവസാനമായിട്ട് വെങ്കടേഷ് രാമകൃഷ്ണനിലേക്ക് ഒറ്റ കാര്യത്തിലൂടെ പോകുന്നു. ഇതിന്റെ തുടർച്ചയായിട്ട് സംസാരിക്കാൻ നമ്മൾ ഓരോ കഴിയുമ്പോഴും ഈ പ്രതിപക്ഷത്തെ ഈ വൈരുദ്ധ്യങ്ങളെ കുറിച്ച്, ഇപ്പോൾ ഓരോ സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ പരസ്പരം പോരടിക്കുകയും നാഷണൽ ലെവലിൽ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു രാഷ്ട്രീയം സംസാരിക്കുകയും ചെയ്യുന്ന പാർട്ടികളാണ് എല്ലാവരും. അപ്പോൾ ഈ എൻഗേജ്മെന്റിനെ കുറെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട്, പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ പാകത്തിലേക്ക് ഇവര് വളരും എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ നമ്മളൊക്കെ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്നൊക്കെ, കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്നൊക്കെ സംസാരിക്കുന്നത് കേട്ടിരുന്നു. പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ സെൻസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിന്റെ ഒരു സാധ്യത എത്രത്തോളമാണ് ഡൽഹി തുറന്നിടുന്നത്? എന്തെങ്കിലും സാധ്യത തുറന്നിടുന്നുണ്ടോ? കൂടുതൽ ആശയ സംവാദത്തിനും കൂടുതൽ എൻഗേജ്മെന്റിനും ഒക്കെ പ്രതിപക്ഷ നിരയിൽ? അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ ഇപ്പോൾ വളരെ പ്രിമിറ്ററാണ്. ഇപ്പോൾ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പേ, 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ക്ലോസ് ആയിട്ട് കവർ ചെയ്തിട്ട് ഒരാളായി. 2004 മെയ്യിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2004 ജനുവരി ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിൽ ഇന്ത്യയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ ഒരു ഇൻഫോർമൽ ആയിട്ടൊരു കൂടിച്ചാലുണ്ടായിരുന്നു. ഒരു വലിയ ആൾക്കാർ, അരുൺ പുരി, ശേഖർ ഗുപ്ത തുടങ്ങിയിട്ടുള്ള ആൾക്കാർ എല്ലാവരും പങ്കെടുത്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എന്നെപ്പോഴും ചെറിയ പത്രപ്രവർത്തനം. അപ്പോൾ അവിടുത്തെ ഒരു കോൺസെൻസസ് എന്തായിരുന്നു വെച്ചാൽ, ഇന്ത്യ നെഹ്റുവിന് ശേഷം കണ്ടിട്ടില്ലാത്ത, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ വ്യക്തിഗത നേതാവിൻ്റെ തരംഗത്തിന്, വാജ്പേയി തരംഗത്തിന് സാക്ഷിയാവാൻ പോവുകയാണ് എന്നായിരുന്നു അവിടുത്തെ ഒരു കോൺസെൻസസ്. ഇത് ജനുവരി മാസത്തിലാട്ടോ. കേവലം 5 മാസം, 2004 തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 5 മാസം മുമ്പുള്ള സമയം. അങ്ങനെയുള്ളൊരു കോൺസെൻസസ് നിൽക്കുന്ന സമയത്താണ്
ഹർകിഷൻ സിംഗ് സുർജീത്ത് എന്ന് പറഞ്ഞ് വലിയ വലിയ സ്വാധീനമൊന്നും ഇല്ലാതിരുന്ന പാർട്ടിയുടെ ഒരു ചെറിയ ആള്, അദ്ദേഹം ജമ്മു കാശ്മീർ മുതൽ ആരംഭിച്ച് തമിഴ്നാട് വരെ വന്ന് ബദ്ധവൈരികളായിരുന്ന കോൺഗ്രസിനെയും DMK-യും ഒന്നിപ്പിച്ച് ബീഹാറിൽ പോയി ലാലു പ്രസാദുമായി യാദവുമായിട്ട് സോണിയാഗാന്ധിക്ക് അവരുടെ ആ പാർട്ടിക്ക് അവർ കൂടുതലായിട്ട് അടുപ്പമുണ്ടെന്ന് കൊണ്ട് ഭയങ്കര ശത്രുത കാണിച്ചിരുന്ന രാംവിലാസ് പാസ്വാനെ പോയി കണ്ടു. അങ്ങനെ ഇവരെല്ലാവരെയും കൂട്ടി ഒരു മഴവിൽ സഖ്യമുണ്ടാക്കി ഇന്ത്യയെ ഈ പറഞ്ഞ സുർജീത്ത് RSSനെ വിശേഷിപ്പിച്ചത് ഫാഷിസ്റ്റ് ശക്തിയാണ്, ഫാഷിസത്തിന്റെ വളർച്ചയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ അത്ഭുതകരമായിട്ട് 2004 ആ വിധി ഉണ്ടാക്കുന്നതിൽ വ്യക്തിപരമായ രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ പങ്കുണ്ട്. ഇപ്പൊ അങ്ങനെ ഹർകിഷൻ സിംഗ് സുർജീത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ നമ്മൾ കാണുന്നില്ല. ഒരു പക്ഷേ സോണിയാഗാന്ധിക്ക് പറ്റിയേക്കാം, പക്ഷേ അവര് കോൺഗ്രസിനകത്ത് തന്നെ വലിയ വെല്ലുവിളികളെയും കോൺഗ്രസിനകത്ത് തന്നെയുള്ള പുതിയ പുതിയ സ്പർദ്ധകളെയും ഒക്കെ നേരിടാൻ കൈകാര്യം ചെയ്യാൻ അവർക്ക് കൂടുതൽ സമയം വേണ്ടിവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ പറഞ്ഞ രീതിയിലുള്ള രാജീവ് സൂചിപ്പിച്ച തരത്തിലുള്ള ഒരു റിവൈവലിന്റെ സംഭവമുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഈ 5 മാസം എന്നൊക്കെ പറഞ്ഞാൽ 2004 ഞാൻ ഈ ജനുവരി മുതൽ ഇന്ത്യ ഷൈനിങ് എന്നായിരുന്നു BJP-യുടെ മുദ്രാവാക്യം, ഇന്ത്യ തിളങ്ങുകയാണെന്ന്. പക്ഷെ ആ തിളങ്ങുകയാണെന്ന് പറഞ്ഞാൽ മുദ്രാവാക്യത്തിന്റെ ഹൈപ്പ് തന്നെയാണ് വാജ്പേയിയുടെ ആ പതനത്തിന് വഴിവെച്ചത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ 5 മാസമൊക്കെ വലിയ സമയമാണ്. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള 6 മാസം കൊണ്ട് നടന്നിട്ടുള്ള 6-7 മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP-യും കാണിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഈ സമയം വലിയ സമയമാണ്. പക്ഷേ ഇതിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇത് വളരെ സംഘടനാപരമായിട്ടുള്ള ഒരു പുതിയ സമ്പ്രദായം, പ്രൊഫഷണലിസം അതിനെ കൊണ്ടുവന്ന് അതിനെ പെർഫെക്റ്റ് ചെയ്ത് അവതരിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇനീഷ്യേറ്റീവാണിത്. പരീക്ഷണം എന്ന് ഞാൻ വിളിക്കുന്നില്ല, ഞാൻ ഇനീഷ്യേറ്റീവ് എന്നാണ് ഞാൻ പറയുന്നത്. പരീക്ഷണത്തിന്റെ ഘട്ടമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സവിശേഷമായ രീതിയിലുള്ള പൊളിറ്റിക്കൽ പ്രാക്ടീസ് ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പാർട്ടിയെ അതിൻ്റെ കൂടെയുള്ള ഒരുപാട് സംഘങ്ങളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും മതനിരപേക്ഷ കക്ഷികൾക്ക്, പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. അതിൽ ഈ പേഴ്സണാലിറ്റിയുടെ ഇൻഡിവിജ്വൽ പൊളിറ്റീഷ്യൻസിൻ്റെ ഒക്കെ പങ്ക് വളരെ വലുതാണ്. ആ റോള് ഫുൾഫിൽ ചെയ്യാൻ ആരെങ്കിലും വരുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയുടെ 11 വർഷത്തെ ഭരണത്തിന് ശേഷം ആം ആദ്മി പാർട്ടിയുടെ തോൽവി, 27 വർഷത്തിന് ശേഷമുള്ള BJP-യുടെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ്, ഇതിനൊക്കെ അപ്പുറത്ത് വളരെ ഗൗരവമുള്ള ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട്. ഒന്ന്, AAP-യുടെ ഭാവി എന്തായിരിക്കും? ആ ഭാവി മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പാർട്ടിയുടെ നേതാക്കൾ ഏതു വിധത്തിലായിരിക്കും യത്നിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. 2, പ്രതിപക്ഷ സഖ്യം എങ്ങനെയായിരിക്കും ഈ പരാജയത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ള ചോദ്യം. 3-മത്തേത്, ഈ വിജയത്തിൻ്റെ ആവേശത്തിൽ എന്തൊക്കെയായിരിക്കും BJP പുതിയ ആയുധങ്ങളായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം. ഇങ്ങനെ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം ഈ ചോദ്യങ്ങളുടെ ഉത്തരം വരും നാളുകളിൽ, വരും മാസങ്ങളിൽ എങ്ങനെയായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് എത്തുക എന്നുള്ളത്. ഒപ്പം ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ കുറച്ചുകൂടെ വിശദാംശങ്ങൾ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഇമ്മീഡിയറ്റ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. കുറെക്കൂടെ സൂക്ഷ്മാർത്ഥത്തിൽ വോട്ടിംഗ് ശൈലിയിൽ വന്ന മാറ്റങ്ങൾ, ഈ സൂക്ഷ്മതലത്തിൽ BJP നടത്തിയ പ്രവർത്തനങ്ങൾ ഏത് വിധത്തിലാണ് വോട്ടിങ്ങിനെ സ്വാധീനിച്ചിരിക്കുന്നത്, ഇതിൻ്റെയൊക്കെ സൂക്ഷ്മമായ വിവരങ്ങൾ കുറെക്കൂടെ പുറത്തേക്ക് വരാനുണ്ട്. അത് വന്നതിന് ശേഷം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒന്നുകൂടെ അനലൈസ് ചെയ്യാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലത്തെ അധികരിച്ചുള്ള സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർത്തിയാവുന്നു. വളരെയധികം നന്ദി ശ്രീ സന്തോഷ് കോശി ജോയ്, ഒപ്പം ഗണേഷ് രാമകൃഷ്ണൻ ഈ ഡിബേറ്റിൽ പങ്കെടുത്തതിന്. എല്ലാവർക്കും നന്ദി.